നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഫിഡെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ 11ാമത്തെ റൗണ്ടിൽ ഗൂഗേഷും ഡിങ്ങും റെഡ് ടീം ഓപ്പണിങ്ങിൽ കളിച്ച ഒരു ഗെയിം നോക്കാം. ടൂർണമെൻറ്റിലെ 10 റൗണ്ടുകൾ സമാപിക്കുന്ന സമയത്ത് 5 പോയിൻ്റ് വീതം പങ്കിട്ടുകൊണ്ട് ഡിങ്ങും ഗൂഗേഷും സമനില പാലിക്കുന്നു. നൈറ്റ് F3, പോൺ D5, പോൺ C4 എന്ന ഒരു നീക്കം നടത്തിക്കൊണ്ട് ഒരു ഗാംബിറ്റ് ലൈനിലേക്ക് കളി കൊണ്ടുപോകുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു. പോൺ D4, E4 എന്ന സെൻട്രൽ സ്ക്വയറിൻ്റെ നിയന്ത്രണം പോണിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്ത് ഒരു ലേറ്റ് ഡയഗണൽ ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കും. പോൺ B4, BB2 എന്ന നീക്കം നടത്തിയതിനു ശേഷം D4-ലിരിക്കുന്ന പോണിനെ നൈറ്റും ബിഷപ്പും ഉപയോഗിച്ച് ആക്രമിക്കുക എന്നുള്ളതാണ് B4 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം. പോൺ C5, D4-ലിരിക്കുന്ന പോണിന് ഒരു സംരക്ഷണം നൽകുന്നു. പോൺ E3, ഇപ്പോൾ D takes E3 എന്ന ഒരു നീക്കം നടത്തുകയാണെങ്കിൽ F takes E3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്ത് വളരെ നല്ലൊരു പോൺ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുകയും എല്ലാ പീസുകളെയും വളരെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്നതിനും വൈറ്റിന് സാധിക്കുന്നു. നൈറ്റ് F6, നൈറ്റ് ഉപയോഗിച്ച് E4 എന്ന സ്ക്വയർ നിയന്ത്രിക്കുന്നു. പോൺ A3, B4-ലിരിക്കുന്ന പോണിന് ഒരു സംരക്ഷണം നൽകുന്നു. ബിഷപ്പ് G4, ബിഷപ്പ് ഡെവലപ്പ് ചെയ്യുകയും നൈറ്റിനെ പിന്നിങ്ങിലാക്കുകയും ചെയ്യുന്നു. E takes D4, E takes D4. ഈ ഒരു പൊസിഷനിൽ വൈറ്റിൻ്റെ ക്യൂൻ സൈഡിൽ ഒരു പോൺ അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. പോൺ H3, ബിഷപ്പിനെ ആക്രമിക്കുന്നു. B takes F3, ക്യൂൻ takes F3. കാസ്ലിംഗ് ചെയ്ത് കിങ്ങിനെ സേഫ് ആക്കുന്നതിന് പ്രാധാന്യം നൽകാതെ ഓപ്പണിങ്ങിൽ എക്സ്ചേഞ്ചുകൾ നടത്തി ചെസ് ബോർഡിൻ്റെ മധ്യഭാഗം ഓപ്പൺ ചെയ്തുകൊണ്ട് ഒരു അറ്റാക്കിംഗ് ഗെയിമിലൂടെ ഒരു വിജയം ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യൂൻ takes F3 എന്ന ഒരു നീക്കം നടത്തുമ്പോൾ B7-ലിരിക്കുന്ന പോണിനെ ഒരു ആക്രമണം നൽകുവാൻ ക്യൂനിന് സാധിക്കുന്നു. ക്യൂൻ C7, ക്യൂൻ ഉപയോഗിച്ച് പോണിനെ സംരക്ഷിക്കുന്നു. പോൺ D3, C4-ലിരിക്കുന്ന പോണിന് ഒരു സംരക്ഷണം നൽകുന്നു. പോൺ A5, പോൺ ഉപയോഗിച്ച് B4-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുമ്പോൾ B takes A5 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ റൂക്ക് takes A5 എന്ന നീക്കം നടത്തിക്കൊണ്ട് A3-ലിരിക്കുന്ന പോണിന് ഒരു ആക്രമണം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയും പിന്നീട് ബ്ലാക്കിന് സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. പോൺ B5, പോണിനെ സുരക്ഷിതമാക്കുന്നു. NBD7, പോൺ G3, ബിഷപ്പ് G2, കാസ്ലിംഗ് എന്നീ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് കിങ്ങിനെ സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് G3 എന്ന നീക്കം നടത്തുന്നത്. നൈറ്റ് C5, നൈറ്റ് B3 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കിനെയും ബിഷപ്പിനെയും ആക്രമിക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. ബിഷപ്പ് G2, B7-ലിരിക്കുന്ന പോണിനെ ക്യൂനും ബിഷപ്പും ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നു. നൈറ്റ് FD7, നൈറ്റ് ഉപയോഗിച്ച് E5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ക്യൂനിനെയും D3-ലിരിക്കുന്ന പോണിനെയും ആക്രമിക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. കിങ് സൈഡ് കാസ്ലിംഗ് ചെയ്തുകൊണ്ട് കിങ്ങിനെ സുരക്ഷിതമാക്കുകയും തുടർന്ന് റൂക്ക് ഉപയോഗിച്ച് D3-ലിരിക്കുന്ന പോണിന് സംരക്ഷണം നൽകുവാൻ സാധിക്കുകയും ചെയ്യുന്നു. നൈറ്റ് E5, നൈറ്റ് ഉപയോഗിച്ച് ക്യൂനിനെ ആക്രമിക്കുന്നു. ക്യൂൻ F4, നൈറ്റിനെ പിന്നിങ്ങിലാക്കുകയും D4-ലിരിക്കുന്ന പോണിനെ ക്യൂൻ ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്യുന്നു. റൂക്ക് D8, D4-ലിരിക്കുന്ന പോണിന് ഒരു സംരക്ഷണം നൽകുന്നു. റൂക്ക് D1, D3-ലിരിക്കുന്ന പോണിനെ സംരക്ഷിക്കുന്നു. പോൺ G6, ബിഷപ്പ് G7 എന്ന നീക്കം നടത്തിക്കൊണ്ട് കാസ്ലിംഗ് ചെയ്യുവാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നു. പോൺ A4,
ബ്ലാക്കിൻ്റെ A5 എന്ന നീക്കത്തെ ബ്ലോക്ക് ചെയ്യുകയും B5 പോണിന് ഒരു സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. പോൺ H4, ബിഷപ്പ് H6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ക്യൂനിനെ ആക്രമിക്കുക എന്നുള്ളതാണ് H5 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം. പോൺ B6, പോൺ ഉപയോഗിച്ച് ക്യൂനിനെ ആക്രമിക്കുന്നു. ക്യൂൺ D6, ക്യൂൺ ടേക്സ് B6 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ E5 നൈറ്റിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുമായിരുന്നു. ബിഷപ്പ് A3, C5 നൈറ്റിന് ബിഷപ്പ് ഉപയോഗിച്ച് ഒരു പിന്നിങ് നൽകുന്നു. ബിഷപ്പ് H6, ബിഷപ്പ് ഉപയോഗിച്ച് ക്യൂനിനെ ആക്രമിക്കുന്നു. ബിഷപ്പ് ടേക്സ് C5, ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നു. ക്യൂൺ ടേക്സ് C5, ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. ക്യൂൻ E4, ക്യൂൻ E4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിൻ്റെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും B7 പോണിന് ഒരു ആക്രമണം നൽകുകയും ചെയ്യുന്നു. നൈറ്റ് C6, പോണിനെ ക്യൂനിൻ്റെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുകയും നൈറ്റ് ഉപയോഗിച്ച് B4 എന്ന സ്ക്വയറിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. നൈറ്റ് A3 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം നൈറ്റിനെ C5 എന്ന സ്ക്വയറിലേക്ക് എത്തിക്കുകയും റൂക്കുകളെ ഉപയോഗിച്ചുകൊണ്ട് B5 ഒരു ആക്രമണം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. റൂക്ക് D7, 7th റാങ്കിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് E7, B7 എന്നീ സ്ക്വയറുകളിലിരിക്കുന്ന പോണുകൾക്ക് റൂക്ക് ഉപയോഗിച്ച് ഒരു സംരക്ഷണം നൽകുന്നു. നൈറ്റ് C2, ക്യൂൺ ടേക്സ് B6, ക്യൂൺ ടേക്സ് B6 എന്ന ഒരു നീക്കം നടത്തുമ്പോൾ വൈറ്റിൻ്റെ റൂക്കുകൾക്ക് B5 വളരെ ശക്തമായ ഒരു ആക്രമണം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. റൂക്ക് A B1, റൂക്ക് ഉപയോഗിച്ച് ക്യൂനിനെ ആക്രമിക്കുന്നു. ക്യൂൻ C7, റൂക്ക് B5, റൂക്കിനെ ഡബിൾ ചെയ്യുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയും A5 പോണിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. കിങ് സൈഡ് ക്യാസ്ലിംഗ്. നൈറ്റ് A1, നൈറ്റ് B3, നൈറ്റ് C5 എന്നീ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് D7 പോണിനെ ആക്രമിക്കുക എന്നുള്ളതാണ് നൈറ്റ് A1 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം. റൂക്ക് B8, B7 പോണിന് ഒരു സംരക്ഷണം നൽകുന്നു. നൈറ്റ് B3, പോൺ E6, നൈറ്റ് C5. നൈറ്റ് A3 എന്ന ഒരു നീക്കം നടത്തുമ്പോൾ ലക്ഷ്യം വെച്ചിരുന്നത് ചെസ് ബോർഡിലെ ക്യൂൺ സൈഡിലെ വളരെ മനോഹരമായ ഒരു സ്ക്വയറായിട്ടുള്ള C5 നൈറ്റിനെ എത്തിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗം നിയന്ത്രിക്കുവാൻ വൈറ്റിൻ്റെ നൈറ്റിന് സാധിക്കും എന്നുള്ളത് തന്നെയായിരുന്നു. റൂക്ക് E7, റൂക്ക് B1, B7 പോണിനെ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയി വൈറ്റിൻ്റെ എല്ലാ പീസുകളും ഉപയോഗിച്ചുകൊണ്ടും ആക്രമിക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. ക്യൂൺ C8, ക്യൂൺ ടേക്സ് C6, ബ്ലാക്കിന് ഒരു നൈറ്റ് പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ ഈ ഗെയിം റിസൈൻ ചെയ്യുന്നു. അതുകൊണ്ട് 11ാമത്തെ റൗണ്ട് സമാപിക്കുമ്പോൾ ഗൂഗേഷിന് ഫിഡെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ 1 പോയിന്റ് ലീഡ് എടുക്കുവാൻ സാധിക്കുന്നു. ഇനി നമുക്ക് ക്യൂൺ C8 എന്ന നീക്കത്തിന് പകരം നൈറ്റ് B4 എന്ന ഒരു നീക്കം നടത്തുകയായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. നൈറ്റ് B4, നൈറ്റ് ടേക്സ് B7, ബിഷപ്പ് F8, ക്യൂൺ ടേക്സ് D4, റൂക്ക് D7, ക്യൂൺ F4, ക്യൂൺ ടേക്സ് F4, G takes F4, knight takes D3, rook D1, rook C8, knight takes A5, rook C D8, bishop C6, rook D4, queen C8 എന്ന നീക്കത്തിന് പകരം നൈറ്റ് B4 എന്ന ഒരു നീക്കം നടത്തുകയായിരുന്നുവെങ്കിൽ ഈ ഒരു പൊസിഷനിലേക്ക് ഡിങ്ങിന് ഈ ഒരു ഗെയിം എത്തിക്കാമായിരുന്നു.
പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.